അതൊന്നും നിങ്ങൾ ചോദിക്കുന്നതിൽ ഞാൻ കളിയാക്കി പറയില്ല. വിവിധ പത്രങ്ങളും മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് ഞങ്ങളുടെ സമരം മനസ്സിലുണ്ടാവും. ഒരു പത്രമോ പാർട്ടി പത്രമോ മാത്രം വായിക്കുന്നവർക്ക് ഈ സമരം മനസ്സിലുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങൾ 2028 ആകുമ്പോഴേക്ക് കേരള മദ്യനിരോധന സമിതി 50 വയസ്സ് പൂർത്തിയാക്കുക. മൻമോഹൻജിയാണ് ആദ്യമായി സത്യാഗ്രഹത്തിന് പദ്ധതി ആവിഷ്കരിച്ചത്. UDF ഭരിക്കുമ്പോഴാണ് ആദ്യമായി കേരളത്തിൽ മന്ത്രി ശ്രീനിവാസൻ SRP ആയിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീടിനോടനുബന്ധിച്ച് ഒരു വിദേശ മദ്യഷാപ്പ് തുറന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി പാളയം സത്യാഗ്രഹം. അന്ന് UDF അല്ലേ. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1996 ആന്റണി ചാരായം നിരോധിച്ചത് UDF ഭരിക്കുന്ന കാലത്തെ ഞങ്ങളുടെ ഗംഭീരമായ സത്യാഗ്രഹം അവസാനം 5000 പേരുടെ ഒരു ധർണ സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ ഉണ്ടായിരുന്നു. അത് പരിഗണിച്ച് ആന്റണി തന്നെ വന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കും. അത് LDF ഭരിക്കുമ്പോഴാണോ ചരിത്രബോധം വേണ്ട കാര്യം പറയുന്നതെന്ന്? പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞങ്ങൾ ഉമ്മൻചാണ്ടി മദ്യനിരോധനം നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിക്ക് ഒരു സ്വപ്നം കിട്ടിയതല്ല. കുഞ്ഞെ ചാണ്ടി, നീ മദ്യനിരോധനം നടപ്പിലാക്കുന്നത് ഞങ്ങളുടെ കഠിനമായ തീവ്രമായ സമരത്തിന്റെ ഫലമാണ്. 418 അൺക്വാളിഫൈഡ് ബാറുകൾ അടയ്ക്കണമെന്ന് CAG റിപ്പോർട്ട് നൽകിയതാ. ഉമ്മൻചാണ്ടിക്ക് അടയ്ക്കാൻ സാധിച്ചില്ല. അത് അടയ്ക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിശക്തമായ ഒരു സമരം തിരുവനന്തപുരത്ത് നടത്തി. 8000 പേരുള്ള ഒരു പ്രകടനം നടത്തി മദ്യവിരുദ്ധ ജനകീയ മുന്നണി. ഞാനതിന്റെ ജനറൽ കൺവീനറാണ്. ആ പ്രകടനം അവിടെ എത്തി. ഗംഭീരമായിരുന്ന പ്രകടനം. അന്ന് അപ്പോഴേക്ക് തന്നെ വേറൊരു സംഭവം, കോടതിയിൽ ചിലർ പോയി. ഞങ്ങളുടെ 8000 പേരിൽ കേരളത്തിലെ മിക്ക ഗാന്ധിമാർഗ പ്രവർത്തകരും അത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സംഘടനകളും ഉണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ തീരുമാനമുണ്ട്, കോടതിയുടെ ഉത്തരവ് അന്നാണ് വരുന്നത്, നടപ്പിലാക്കണം. ഉടൻ തന്നെ ഉമ്മൻചാണ്ടി അനൗൺസ് ചെയ്ത് തീരുമാനം. അന്ന് ആ തീരുമാനം ഉമ്മൻചാണ്ടി 418 ബാറുകളല്ല എങ്കിൽ 418 ആക്കണ്ട, മുഴുവൻ അടച്ചു 730ഓളം ബാറാണ് അടച്ചത്. വെറും 5 സ്റ്റാർ ഹോട്ടൽസ് ബാറുകൾ അത് അടയ്ക്കാതിരുന്നത്. കാരണം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം ഉണ്ട് അതിൽ. അപ്പൊ ഞങ്ങൾ UDF ഭരിക്കുമ്പോഴല്ലേ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നത്. മാത്രമല്ല 953 ദിവസം മലപ്പുറം ഞങ്ങൾ സമരം നടത്തി, മലപ്പുറം സത്യാഗ്രഹം നടത്തി. ആ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് പിന്നെ VM സുധീരനും നേരത്തെ പറഞ്ഞു, പലപ്പോഴും ഞാനത് പറയാറുണ്ട്. UDF നേതാക്കൾ വന്ന് അവസാനിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, UDF അധികാരത്തിൽ വന്നാൽ നിങ്ങൾ പറയുന്ന മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താണൊരു ഉറപ്പ് എന്ന് ETയോട് ചോദിച്ചു. ET പറഞ്ഞു, എന്ത് ഉറപ്പ് വേണം? പ്രകടന പത്രികയിൽ എഴുതണം. ശരി എഴുതിക്കോളൂ, ഞങ്ങൾ ചേർക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്ത വാചകമാണ് 2016 ഇലക്ഷനിൽ 2017 ഇലക്ഷനിൽ UDF ചേർത്തത്. അപ്പം മനസ്സിലാക്കണം. എന്നിട്ട് അധികാരത്തിൽ വന്നു UDF. ഉമ്മൻചാണ്ടി ജയിച്ചു, അദ്ദേഹം ഇത് അനുവദിച്ചില്ല. ഞങ്ങളെ 114 ദിവസം ഉമ്മൻചാണ്ടിയുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചവരാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് മാത്രമല്ല, ഒരു തെളിവ് കൂടി തരാം. മുരളീധരൻ, KPC പ്രസിഡന്റ് മുരളീധരൻ വടക്കാഞ്ചേരി ഇലക്ഷനിൽ നിന്നപ്പം കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയതാ അഡ്വക്കേറ്റ് തോമസ് കുര്യനാ. എന്നിട്ട് ലക്ഷണമൊത്ത ഇലക്ഷൻ വർക്ക് നടത്തിയതാ. എന്തിനറിയുമോ? മുരളീധരൻ നേരത്തെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നിയമം നടപ്പിലാക്കാമായിരുന്നു. ആര്യാടൻ കമ്മീഷനെ നിയമിച്ച് UDF. പഞ്ചായത്തിന്റെ അധികാരം തിരിച്ചു തരണമോ വേണ്ടയോ അതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിലൊരു അന്വേഷിക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസിലൊന്നും അതായിരുന്നു, പഞ്ചായത്തിന്റെ അധികാരം പുനഃസ്ഥാപിക്കണോ വേണ്ട. 5 അംഗങ്ങളുള്ള അതിൽ 3 അംഗങ്ങൾ എഴുതി പഞ്ചായത്തിന്റെ അധികാരം പുനഃസ്ഥാപിക്കണമെന്ന്, 2 അംഗങ്ങൾ വേണ്ടെന്ന് എഴുതി. ഒന്ന് ഒരു കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചതുപോലെ KPC പ്രസിഡന്റ് സ്വന്തം അധികാരം ഉപയോഗിച്ച് ആ അധികാരം മദ്യനിരോധന ജനാധികാരം പുനഃസ്ഥാപിക്കേണ്ടത് തീരുമാനിച്ചു. അതാണ് മുരളീധരനെ തിരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി തെരഞ്ഞെടുപ്പിന് ഇടപെട്ടത്. നിങ്ങൾ അറിയുമോ? ചോദ്യകർത്താവ് അറിയണം. വടക്കാഞ്ചേരി അന്ന് ജയിച്ചത് AC മൊയ്തീനാണ്. AC മൊയ്തീന്റെ ലോക്കൽ കമ്മിറ്റി എന്താ പറഞ്ഞെന്നറിയോ? 3 പഞ്ചായത്തുകളിൽ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനം കൊണ്ടാണ് സഖാവ് AC മൊയ്തീൻ ജയിച്ചതെന്ന് തെരഞ്ഞെടുപ്പിന് വിലയിരുത്തിക്കൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചവരായി LDF. എന്നിട്ടും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ഈ താമരശ്ശേരി ബാർ സമരം തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കാലത്തല്ല. ഞാൻ 422ാമത്തെ ദിവസമാണ് ഗൗരിയമ്മ ഭരിക്കും. അന്ന് ഞാൻ കോൺഗ്രസ് ആണ്.
നമ്മളുടെ നരിപ്പറ്റ സമരം, അത് തെരഞ്ഞെടുപ്പ് കാലത്തല്ല. തെരഞ്ഞെടുപ്പ് കാലം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലം വരെ നീട്ടിക്കൊണ്ടുപോവുകയാണ് പല സമരങ്ങളും. എന്തുകൊണ്ട്? അന്നെങ്കിലും ഏതെങ്കിലും മുന്നണി ഇത് പരിഗണിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് അവസാനത്തെ സത്യാഗ്രഹം. കഠിനമായ വെയിലും ചൂടും മഴയും എതിർപ്പുകളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ മലപ്പുറത്ത് 914 ദിവസം ആ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്, സത്യാഗ്രഹം പൂർത്തിയാക്കിയത്. കാര്യമൊന്നും അറിയാത്ത അപക്ക ബുദ്ധികൾ ഇങ്ങനെ, ഞാൻ ചോദ്യകർത്താവിനെ ആക്ഷേപിക്കുകയല്ല, വസ്തുത അറിയാത്ത ആളുകൾ ഇങ്ങനെ ചോദിക്കുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കും, മറ്റൊരിക്കലും വെച്ചാൽ ശ്രദ്ധിക്കില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്ത് തെറിയും എഴുതിയുള്ള ആളുകൾക്ക് സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് എന്തും പറയാമല്ലോ, സത്യത്തെ സത്യത്തെ അപമാനിച്ചുകൊണ്ട് പറയാമല്ലോ. ഒരു വ്യക്തിബന്ധങ്ങൾ പോലും പരിഗണിക്കാതെ, സ്നേഹബന്ധങ്ങൾ പരിഗണിക്കാതെ മദ്യനിരോധനം എന്ന് കേൾക്കുമ്പോൾ ഒരു പാർട്ടിക്ക് വളർന്നു പിടിക്കും. മദ്യം എന്ന് പറഞ്ഞാൽ മദ്യത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടിയെ എതിർക്കുക എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു പാർട്ടിയെ എതിർക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും എതിർത്ത ചരിത്രമാണ് പറഞ്ഞത്. UDF അടക്കം എതിർത്ത ചരിത്രം.